നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു കൊറിയർ വന്നിരിക്കുന്നതാണ് ഞാൻ ഈ കാണിച്ചത്. നമുക്ക് അടിപൊളിയായിട്ടൊരു പാക്കിങ്ങിൽ നല്ലൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഒരു ചെറിയ റേഡിയോ ആളെന്നെ വിളിച്ച് പറഞ്ഞതിന് ശേഷമൊക്കെ അയച്ചാൽ കേട്ടോ. ഇപ്പോൾ ഇത് ലെഡാണ്, ഓണാക്കിയാലൊന്നും കേൾക്കത്തില്ല. നേരത്തെ ചെറുതായിട്ടൊക്കെ കേൾക്കാമായിരുന്നു, ഭയങ്കര ഹമ്മിങ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞയച്ചാണ്. സാനിയോയുടെ ഒരു ഒറിജിനൽ പഴയ ടൈപ്പ് റേഡിയോ, 2 ബാൻഡാണ്. FM ഉം AM ഉം വരുന്ന 2 ബാൻഡ് റേഡിയോ ആണ്. അപ്പം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾ ആദ്യം കാണുമ്പം ഈ വീഡിയോ എന്താണല്ലോ എന്ന് നിങ്ങൾ മൊത്തത്തിലൊന്ന് കണ്ടിരിക്കണം. അപ്പോൾ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിത് ഒന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പം അഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു PCB, ഒറിജിനൽ PCB തന്നെ. പുറമേ നോക്കുമ്പോൾ വലിയ പണിയൊന്നും വന്നിട്ടില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം നല്ല പണി അകത്ത് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പം ട്രാൻസ്ഫോമറൊക്കെ രണ്ടാമത് ചെയ്തിരിക്കുന്നതാണ്. ചെറിയ ട്രാൻസ്ഫോമറൊക്കെ ഒതുക്കിയാനത് കയറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫിൽറ്റർ കപ്പാസിറ്ററും ഒക്കെ വെച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമർ രണ്ടാമത് എന്താണെന്ന് കയറ്റുമ്പോൾ നല്ലപോലെ പഴയതിനേക്കാളും കുറച്ച് ഡിസ്റ്റോർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒറിജിനൽ വരുന്നതിനേക്കാളും വ്യത്യാസമുണ്ട്. അപ്പം നല്ല അലൂമിനിയം കോപ്പറും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നല്ലപോലെ വ്യത്യാസം വരും. അപ്പോൾ ആൻറ്റിനയുടെ കണക്ഷൻ ഞാനൊന്ന് വിടിയിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഓണാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ആ ചേട്ടൻ പറഞ്ഞായിരുന്നു, ഞാനത് പണിതുകൊണ്ടിരുന്നപ്പോൾ സ്പീക്കറിന് കണക്ഷനൊക്കെ വിട്ടുപോയി, സ്പീക്കറൊക്കെ ഒന്ന് മാറിത്തരണം. അപ്പോൾ ഇതിൻ്റെ ടൈപ്പ് സ്പീക്കർ ഏതെന്നൊക്കെ നോക്കണം. അപ്പോൾ ഞാനിതിനകത്ത് മെയിനായിട്ടൊരു കാര്യം പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ PCB നമ്മളൊന്ന് ഇളക്കിയെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ലോക്ക് ഉണ്ടോ, ഈ ലോക്ക് മുകളിലത്തെ ലോക്ക് എടുത്തതിന് ശേഷം എല്ലാവരും PCB എന്താ ചെയ്യുന്നത്, മുകളിലോട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ള പതിവ്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടൈപ്പ് റേഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടോ, സാനിയുടെ ഈ ടൈപ്പ് 2 ബാൻഡ് റേഡിയോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് ഇതേ മോഡൽ വേറെ കമ്പനി വരുന്നുണ്ടെങ്കിൽ, ഈ ഫ്രണ്ട് പാനൽ നമ്മളിങ്ങനെ ഫ്രണ്ട് പാനൽ എന്ന് വെച്ചാൽ മറ്റേ മീറ്ററിൻ്റെ ഭാഗം മാറ്റുക, ഡയൽ മീറ്ററിൻ്റെ ഭാഗം മാറ്റിയിട്ട് ഇതുണ്ടോ, ഇവിടെ ഒരു നോബ് ഉണ്ടായിരിക്കും. ഈ നോബ് ഈ സ്ക്രൂ ഊരിയതിന് ശേഷം മാത്രമേ PCB നമ്മൾ പുറകോട്ട് വലിച്ചുരാവൂ, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ ഊരി കഴിഞ്ഞിട്ട് ഈ ത്രെഡൊന്നും അനങ്ങാതെ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മളത് വെക്കണം. ഊരി കഴിഞ്ഞാൽ ചുറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ചേസിനും PCBക്കും ഗ്യാങ്ങിനും ഇടയ്ക്കാണ് ഈ സ്ക്രൂ ഇട്ട് മുറുക്കിയിരിക്കുന്നത്. കണ്ടോ ഈ വീല്, കണ്ടോ ഈ വീല് ആ ചേസിനും നമ്മുടെ ഗ്യാങ്ങിനും ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്താലും വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒടിഞ്ഞങ്ങ് പോരുമല്ലാതെ PCB ഡാമേജ് ആയിട്ട് ക്യാബിനും ഡാമേജ് ആകുമല്ലാതെ ഈ സാധനം നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരൊറ്റ കാര്യം, ഇത് അഴിക്കുന്നതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെയൊക്കെ വീലാന്നോർത്ത്, ഇത് തങ്ങി നിൽക്കുന്നതെന്നോർത്ത്, ഞെങ്ങിയിരിക്കാന്നോർത്ത് വലിച്ചു പൊക്കും PCB പുറകിൽ നിന്ന്. പക്ഷേ ഈ നട്ട് ഇരിക്കുന്നത്തോളം കാലം ഇത് PCB ഊരിപ്പോരത്തില്ല, അത് ഒടിഞ്ഞിങ്ങി പോരും PCB അകത്തുനിന്ന്. അപ്പം അതുപോലെ അബദ്ധം നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആർക്കും സംഭവിക്കരുത്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ കണ്ടോ, ഒരു മീറ്ററിൻ്റെ അവിടെ ഒരു സപ്ലൈ ലൈനൊക്കെ ഉണ്ട്, അതൊക്കെ വെടിയിപ്പിച്ചതിന് ശേഷം PCB വീഡിയോ എടുക്കണം നമുക്ക്. അപ്പോൾ ഇനിയിപ്പം ഞാൻ കണ്ടോ, നിങ്ങൾ ഒരു ഈർക്കിളി വെച്ചിരിക്കുന്നതാണോ, അതൊരു ഈർക്കിൾ ഒടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈർക്കിളാകുമ്പോൾ വളയുമല്ലോ. അപ്പം ഡയൽ അതിൻ്റെ നമ്മുടെ വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. ആ സ്ക്രൂ അഴിക്കാതെ അഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. ഇത് ആർക്കോ പറ്റിയൊരു അബദ്ധമാണ്. അത് അവരെ തന്നെ അത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രിൻ്റ് ഇടാനും അവർ വിട്ടുപോയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പ്രിൻ്റൊക്കെ ഇടണം. കണ്ടോ, അപ്പം നമ്മളിതെന്താണെങ്കിലും മൊത്തം അഴിച്ച് ഒന്ന് ആയിരുന്നിട്ട് തന്നെ ഫസ്റ്റ് തന്നെ കണക്ഷൻ കൊടുത്താണ് ഇവനെ നോക്കുന്നത്. അതിൻ്റെ വേറെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ PCB ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. കണ്ടുപിടിക്കാൻ മേലാത്ത പ്രിൻ്റ് ബ്രേക്കൊക്കെ ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എത്ര നോക്കിയാലും ശരിയാകാതെ അവസാനം അത് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും, ഇതുപോലൊക്കെയുള്ള നല്ല റേഡിയോകൾ. അപ്പം കണക്ഷനകത്ത് എന്തോ പ്രശ്നമുണ്ട്, എനിക്കത് കൊടുക്കാൻ മനസ്സിലാകുന്നില്ലെന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് പ്രിൻറ്റിൻ്റെ അല്ല, മുകളിലത്തെ നമ്മുടെ കൺട്രോളിൻ്റെ. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, നല്ല ഫ്ലെക്സിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്ലെക്സൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് ക്ലീൻ ആക്കാം. എന്നിട്ട് ട്രാൻസ്ഫോമറൊക്കെ ഞാൻ ഡിസ്കണക്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. PCB മാത്രമായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ക്ലിയർ PCB. ഇവനെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പം കൺട്രോൾ മുഴുവൻ നമുക്ക് അഴിച്ച് മാറ്റാം. കണക്ഷൻ അതുകൊണ്ട് അവിടെ പ്രിൻ്റ് ബ്രേക്ക് ഉണ്ട്, ആ പ്രിൻ്റ് ബ്രേക്കിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതും ശരിയല്ല. അപ്പം മൊത്തം നമ്മൾ അതങ്ങ് ഊരിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്
നല്ലപോലെ ഒന്ന് കണക്ഷനൊക്കെ കൊടുക്കാം. ഓക്കെ. അപ്പം സ്പീക്കറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കൊരു വേറൊരു സ്പീക്കറൂടെ നമുക്ക് ഇതിലൊക്കെ ഒന്ന് കൊടുത്ത് നോക്കണം. കണക്ഷനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്, മാറ്റമുണ്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കെല്ലാം മാറ്റി രണ്ടാമതൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. അപ്പം പ്രശ്നമില്ല. അപ്പം ഞാൻ ആ ഫിൽറ്റർ കപ്പാസിറ്റർ ഉണ്ട്, ഒരു 1000 ഫിൽറ്റർ കപ്പാസിറ്റർ എളുപ്പമുണ്ട്. അതതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫറാണ്. 1000 ഫിൽറ്റർ. ആ കപ്പാസിറ്റർ ഞാൻ പ്ലസും മൈനസും സപ്ലൈ കൊടുക്കാനുള്ള, ബാറ്ററിക്കുള്ള സപ്ലൈ കൊടുക്കാനുള്ളതുകൊണ്ട് സ്പീക്കർ ഞാൻ പിന്നെ ഒരു നമുക്ക് ഗ്യാങ് കിട്ടുന്നത് തിരിച്ച് നോക്കണമല്ലോ. അപ്പം ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാനാ പറഞ്ഞില്ലേ ഒരു പ്രിൻ്റ് ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ എഡ്ജിൽ വരുന്ന പ്രിൻ്റ് അവർ വയറിട്ട് ഗ്രീൻ വയറിട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പ്രിൻ്റ് കണക്ഷൻ ഇല്ല. അത് RFൻ്റെ സെക്ഷൻ വരുന്നതാണ് കേട്ടോ, അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ സോൾഡറിങ് പാടൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ നെഗറ്റീവ് ലൈന്, സെൻട്രൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട്, അടുത്തായിട്ട് സിഗ്നൽ ഇൻപുട്ട് ഒരു സൈഡിൽ കൊടുത്തു. സ്വിച്ച് വഴി കയറ്റിയൊന്നും വിടുന്നില്ല നമ്മളിപ്പം. എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ബ്രേക്കിന് റെഡി ആയിട്ടുണ്ട്. കൺട്രോളിൻ്റെ കണക്ഷനും ക്ലിയർ ആക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ 2 കാര്യമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്പീക്കർ മോശമായതുകൊണ്ടേ ചേട്ടൻ തന്നെ പറഞ്ഞു, സ്പീക്കർ അടിയിൽ നിന്ന് ലെങ്ത് കുറഞ്ഞു പോയി, എന്തോ പറ്റി, ലെങ്ത് കുറഞ്ഞിട്ട് സോൾഡർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത്. അപ്പം നമുക്ക് 1 വാട്ടിൻ്റെ ചെറിയ സ്പീക്കറാണ് കേട്ടോ. ഇതൊക്കെ മാർക്കറ്റിൽ തപ്പി നടന്നാലേ കിട്ടത്തുള്ളൂ. അപ്പം അത് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം. അത് നോക്കാം, നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് വർക്കിംഗ് ഒന്ന് നോക്കാം. ഓക്കെ. സപ്ലൈ ഒക്കെ തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് വേണം കേട്ടോ നമ്മൾ കൊടുക്കാനായിട്ട്. വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പെട്ടെന്ന് നമുക്ക് തുടങ്ങുമ്പോഴൊക്കെ സപ്ലൈ ഒക്കെ കളർ കോഡ് അനുസരിച്ച് തന്നെ മാക്സിമം കൊടുക്കാൻ നോക്കുക. അപ്പം വലിയൊരു ആംപ്ലിഫിക്കേഷനൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ചെറിയൊരു ടപ്പടപ്പെന്ന സൗണ്ടൊക്കെ കേൾക്കത്തുള്ളൂ. ഓഡിയോ വളരെ 1 വാട്ട് ഓഡിയോ അല്ലേ അതിൽ സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കി ആ സിംഗിളൈസ് ചെയ്യുന്ന വരാനുള്ള വളരെ ചെറിയൊരു ശബ്ദമേ വരത്തുള്ളൂ. ഓക്കെ. FM ആണെന്ന് തോന്നുന്നു കിടക്കുന്നത്. FM ഇട്ട് കഴിഞ്ഞാൽ ആൻറ്റന കൊടുക്കാതെ നോയ്സ് പോലും കേൾക്കില്ല കേട്ടോ. നമ്മൾ AM ആക്കിയിട്ടുണ്ട്, ഫുൾ വോളിയം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ. നല്ല സൂപ്പറായിട്ട് നമ്മുടെ പ്രോഗ്രാം നമുക്ക് കിട്ടി. മീഡിയം വേവ്. ഇനി FM ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇവനെ പാക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് അത് മുറുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ IFTയുടെ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കണ്ടോ, ഓസിലേറ്റർ കോയിലും IFT ഒക്കെ അലൈൻമെൻറ്റിന് വ്യത്യാസമുണ്ട്. നമുക്ക് പ്രോഗ്രാം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാവുള്ളൂ. പ്രോഗ്രാം കിട്ടാതെ നമ്മൾ ഒരിക്കലും പണിയാത്തൊരു PCB നമ്മുടെ കിട്ടുകയാണെങ്കിൽ അലൈൻമെൻറ്റ് ചെയ്യരുത്. ആരെങ്കിലുമൊക്കെ പണിതിട്ട് കിട്ടുന്നതാണെങ്കിൽ അലൈൻമെൻറ്റ് മാറിയിരിക്കാം. പണിയാത്തൊരു PCB ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പീക്ക് കൊണ്ട് നിർത്തുന്നത്, IFT തിരിച്ച് കറക്റ്റ് ചെയ്യുന്നത്, നമുക്ക് പ്രോഗ്രാം എങ്ങനെയെങ്കിലും ഒരു ചെറിയ പ്രോഗ്രാം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളത് ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ അലൈൻമെൻറ്റൊക്കെ മാറി നമ്മൾ ചുമ്മാ വെറുതെ പണിതുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇതിനകത്ത് IFT ട്യൂൺ ചെയ്യുമ്പം FMൻ്റെ IFT ഒരിക്കലും തിരിക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ FMൻ്റെ IFT ആണെന്ന് ഞാൻ പറയാം. ഇതിനകത്ത് മീഡിയം വേവിൻ്റെ ഇത് നമ്മുടെ AMൻ്റെ IFT ഇതാണ് വരുന്നത്. ഈ 2 IFT ഒരിക്കലും ഈ സർക്യൂട്ടിൽ തിരിക്കരുത്. ഈ ടൈപ്പ് IC വരുന്നതാണെങ്കിലും തിരിക്കരുത്. അത് FMൻ്റെയാണ്, മൊത്തം അത് ചേഞ്ച് ആയിപ്പോകും. അപ്പം വിത്തൊക്കെ അതിൻ്റെ ചേഞ്ച് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ FMൻ്റെ പ്രോഗ്രാമൊക്കെ നമുക്ക് ഔട്ടായി പോകും ചില സ്റ്റേഷനുകളൊക്കെ. അപ്പോൾ ട്രാൻസ്ഫോമർ ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു ഫിൽറ്റർ കപ്പാസിറ്റർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന 1000 ഫിൽറ്റർ കപ്പാസിറ്റർ കുറച്ച് മടുപ്പാണ്. പിന്നെ നമുക്ക് ഈ സ്പീക്കറും ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്പീക്കർ റെഡിയാക്കാൻ വേണ്ടി ഈ വയർ ലെങ്ത് എങ്ങനെയാണ് കുറഞ്ഞു പോകുന്നത് മനസ്സിലാകുന്നത്. ചിലപ്പം സോൾവ് ചെയ്യാൻ ചേട്ടൻ നോക്കിയപ്പോഴത്തേനും വിട്ടുപോയതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് വിട്ടുപോകുമോ, ഇതിൻ്റെ മുകൾ വശത്തു നിന്ന് വേണമല്ലോ ഈ സ്പീക്കർ വിട്ടുപോകാം. 2 ഇടത്തു നിന്ന് വിട്ടുപോകും, ഈ എൻഡിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് വിട്ടുപോയിട്ട് കോയിലിന് കണ്ടക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട്
ഈ സ്പീക്കർ റെഡിയാക്കി എടുക്കാം. കാരണം ഇതുപോലുള്ള സ്പീക്കർ, കമ്പനി സ്പീക്കർ വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. തന്നെ അതിൻ്റെ മാഗ്നറ്റൊക്കെ ഈ ക്യാബിനകത്ത് കറക്റ്റ് സ്യൂട്ടാകുന്ന വിധത്തിലാണല്ലോ അവർ ചെയ്ത് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ആ സ്പീക്കർ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലത്. മിക്കവാറും തന്നെ ഈ ചെറിയ 1 വാട്ട് സ്പീക്കറൊന്നും ഒരിക്കലും പോകത്തില്ല. അപ്പം ഈ ബാറ്ററിയിൽ പാട്ട് കേട്ട് നമ്മൾ പ്രോഗ്രാം കേട്ടു. ഇനി ഞാൻ ട്രാൻസ്ഫോമറിലൊന്ന് കേൾപ്പിച്ചു തരാം അതിൻ്റെ വ്യത്യാസം. അപ്പം ഇതിന് ട്രാൻസ്ഫോമറിനകത്തും ചെറിയ നോയ്സ് ട്രാൻസ്ഫോമറിനകത്ത് ഉണ്ടാകുന്നുള്ള കാര്യം ഉണ്ടല്ലോ. ഇത് ഇത്ര അടുത്തിരിക്കുന്നതാണല്ലോ RF-നകത്ത്, ഇത്രയും ഇൻഡക്ഷൻ ഉണ്ടാകുമ്പോൾ. ഓൾറെഡി ഇതിനകത്ത് ഇപ്പം ഇത്രയും വരത്തില്ല. എൻ്റെ തൊട്ട് മുകളിൽ ട്യൂബ് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കുറച്ചുകൂടെ ഇതുണ്ട്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ സൗണ്ടൊക്കെ കുറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റും. ബാറ്ററിയാണ് ഏറ്റവും ബെറ്റർ എപ്പോഴും. ഞാൻ ആ ആൻറ്റിന കോയിലിൻ്റെ ഇതാണ് നമ്മുടെ ഓസിലേറ്റർ കോയിലിൻ്റെ ഇതാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട AM-ൻ്റെ IFTകളാണ് ഈ കാണുന്നത്. റെഡ് കളറുള്ള AM-ൻ്റെ ഓസിലേറ്റർ. ഇത് രണ്ടും FM ആണ്. മാക്സിമം തിരികാതിരിക്കാൻ നോക്കുക. അതിന് അലൈൻമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും സാഹചര്യത്തിൽ വേണമെങ്കിൽ മാത്രം ചെയ്യുക. AM ചെയ്തിട്ട് അത് തിരിച്ചു കഴിഞ്ഞാൽ FM-നെ അത് ബാധിക്കും. അപ്പം ഈ IFT ഒന്ന് ഇതുപോലത്തെ റേഡിയോ കിട്ടുകയാണെങ്കിൽ അത് തിരിക്കേണ്ടത് ഈ IFTകളാണ്. ഓസിലേറ്റർ കോയിൽ റെഡ്, ഈ വരുന്ന IFT AM-ൻ്റെ ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ IFTയുടെ ഒരു ഇൻഫർമേഷൻ കേട്ടോ. അപ്പം പുതിയതായിട്ടൊക്കെ ചെയ്യുന്നവർക്കേ ഒരു കാരണവശാലും ഈ പ്രീസെറ്റ് നമ്മൾ തിരിക്കാൻ പാടില്ല. ഈ ടൈപ്പ് റേഡിയോയിലോ ടേപ്പിലോ ഏതൊരു സെറ്റിനകത്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രീസെറ്റ് അതിൻ്റെ വാല്യൂ ചേഞ്ച് ആക്കാനേ നമ്മൾ പാടില്ല. ഇതിൽ തുടരുത്. എന്തെങ്കിലും തരത്തിൽ ടെസ്റ്റ് കയറി എന്നൊക്കെ തോന്നുന്ന വിധത്തിലാണെങ്കിൽ വാല്യൂ അളന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ഇതുപോലൊരു മുട്ടുസൂചി എടുത്ത് ഇതുണ്ടോ, ഇതിനോട് ചേർത്ത് ഈ കോയിൽ വരുന്ന ഭാഗത്തുണ്ടോ ഒരു കുത്തുക. ചെറിയൊരു വയറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം ഫ്ലെക്സിബിളായിട്ടുള്ള ഏതെങ്കിലും ഒരു വയർ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്പീക്കർ എന്നല്ല, നിങ്ങൾക്ക് ഏത് സ്പീക്കർ വേണമെങ്കിലും ഇതിൻ്റെ കണക്ഷൻ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ സ്പൈഡറിന് കറക്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഒരു ആക്ഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ സ്പൈഡർ കറക്റ്റായിട്ട് ഡയഫ്രത്തെ മൂവ് ചെയ്യിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലുള്ള ഡീസോൾഡർ വയറുകളുണ്ടല്ലോ. ഈ ഡീസോൾഡർ വയർ എടുത്ത് കഴിയുമ്പോൾ ഇതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ സ്പൈഡർ അനങ്ങുമ്പോഴത്തേനും ഡയഫ്രം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ഇതും കൂട്ടത്തിൽ ആക്ഷനി വർക്ക് ചെയ്തോളൂ. അതുപോലെ അത് ചെറിയ കോപ്പർ വയറിട്ട് കൊടുത്താൽ മതി. ഈ ഡീസോൾഡർ വയർ നമ്മുടെ സ്പീക്കർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് എന്തെങ്കിലും ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ. ഗ്ലൂ സ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗമ്മ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നടക്കുക. ഫെവിക്കിക്ക് പോലത്തെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ഓളിയോ ഉണ്ട്. ഇത്രയൊക്കെ ഇതിന് ഓളിയോ ഉള്ളൂ. ഇതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ 5 വോൾട്ട് ആംപ്ലിഫയർ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ശബ്ദത്തിൽ കേൾക്കാം. കാരണം നമുക്ക് സ്പീക്കർ നമുക്ക് മാക്സിമം ഇത്ര ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇതിന് ധാരാളമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്യൂട്ടാക്കിയിട്ട് PCB കയറ്റി വെക്കുക. PCB കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈർക്കിളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് കറക്റ്റ് ഗ്യാങ് കയറ്റി വെച്ചിട്ട് സ്ക്രൂ ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ അവനവിടെ സീറ്റായിട്ടിരിക്കും. പിന്നെ നമുക്ക് ആ ലോക്ക് മാത്രമേ ഉള്ളൂ പുറകിൽ ഈ PCBക്ക്. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് നോക്കണം. പതിയെ മൂവ്മെൻറ്റ് ഈ ശ്രദ്ധിക്കുമ്പോൾ സൈഡിലത്തെ നമ്മുടെ ഈ ഇത് കൂട്ടുണ്ടല്ലോ, ഈ ചുറ്റി കറക്റ്റ് ടേൺ വന്നിട്ട് അതേ റൗണ്ട് ആവുന്ന നോക്കണം. റൗണ്ട് ഔട്ടായി പോകുന്നുണ്ടെങ്കിൽ തെന്നിപ്പോവും. അപ്പോൾ അതൊന്ന് ഫുള്ള് ഡയൽ ചെയ്തിട്ട് ഔട്ട് ആവുമല്ലോ എന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കണം. നമ്മുടെ ത്രെഡിൻ്റെ ചുറ്റ് ഔട്ട് ആവുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. രണ്ടാമത് നമ്മൾ കയറ്റി ഇടുമ്പോൾ. ഇനി ട്രാൻസ്ഫോമറും ഫിറ്റ് ചെയ്ത് കവർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റേഡിയോ സെറ്റായി. അപ്പം നല്ല റേഡിയോകൾ ഇങ്ങനെ കിട്ടിക്കഴിയുമ്പം ഇതുപോലെ അഴിച്ച് പതിയെ സാവധാനം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ക്ലിയറാക്കി എടുക്കാം. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊക്കെ IFT കംപ്ലൈൻറ്റും IC കംപ്ലൈൻറ്റും ഒക്കെ വരാൻ പ്രത്യേകിച്ച് പാനാസോണിക്, സാനിയോ അതുപോലുള്ള സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. നല്ല റേഡിയോകളുടെ ഒരു ഗണത്തിൽപ്പെടുന്ന സാധനമാണ് ഈ ടൈപ്പ് റേഡിയോ. ഇതൊന്നും കിട്ടാനില്ലാത്ത കാലമാണ്. ഇതൊക്കെ ഒരു അപൂർവമായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പം നമ്മൾ വിട്ടുകളയാതെ സാവധാനം നോക്കി റെഡിയാക്കാം. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതെല്ലാം ക്ലിയർ ആകും. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കേട്ടോ. ഡിജിറ്റൽ യുഗമാണെങ്കിലും റേഡിയോ എപ്പോഴും റേഡിയോ തന്നെ. അതിനൊക്കെയൊരു മാറ്റമില്ല. അപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് AM-ലെ പ്രോഗ്രാമും FM-ലെ പ്രോഗ്രാമും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ചില ഡൗട്ടുകളൊക്കെ എനിക്ക് ക്ലിയർ ചെയ്താൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. സാധനങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.